ഇലോൺ മസ്ക് 2020-21 കാലഘട്ടത്തിലൊക്കെ നടത്തിയ ഒരു നീക്കങ്ങൾ എന്ന് പറയുന്നത് സക്സസ് ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു കേസ് സ്റ്റഡിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ട്രെൻഡിനെ തനിക്ക് അനുകൂലമാക്കി മാറ്റി, അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡിനെ ബുദ്ധിപരമായ യൂസ് ചെയ്തും അതുപോലെ തന്നെ അതിൽ കുറച്ച് മാനിപ്പുലേഷൻ നടത്തിയുമാണ് ഇലോൺ മസ്ക് ഒരു കൊല്ലം കൊണ്ട് ടെസ്ലയുടെ ഷെയർ പ്രൈസ് ഭയങ്കരമായിട്ട് കൂട്ടിയതും അതുവഴി സ്വന്തം പേഴ്സണൽ ആസ്തി വളരെയധികം കൂട്ടിയതും. 2020 തുടക്കത്തിൽ ഇലോൺ മസ്ക് വേൾഡിലെ 35ാമത്തെ പണക്കാരനായിരുന്നു. പക്ഷേ ഒരു കൊല്ലം കൊണ്ട് 2021 പകുതി കഴിഞ്ഞപ്പോഴേക്കും ഇലോൺ മസ്ക് ലോകത്തിലെ 1ാമത്തെ പണക്കാരനായി മാറി. അപ്പം നമ്മൾ അതിൻ്റെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 2020 തുടക്കത്തിൽ ഇലോൺ മസ്കിൻ്റെ പേഴ്സണൽ ആസ്തി $27 ബില്യൺ ആയിരുന്നു. അത് 2021 പകുതി കഴിഞ്ഞപ്പോൾ $277 ബില്യൺ ആയിട്ട് കൂടി. ഏകദേശം 1000 മടങ്ങാണ് ആസ്തിയിൽ വർധനവുണ്ടായത്. അപ്പോൾ എങ്ങനെയാണ് ഇലോൺ മസ്കിൻ്റെ ആസ്തി ഒരു കൊല്ലം കൊണ്ട് $27 ബില്യൺ നിന്ന് $277 ബില്യൺ ആയെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെയിൻ കാരണം ടെസ്ലയുടെ ഷെയർ പ്രൈസിൽ വന്ന ഒരു ഗ്രോത്ത് ആണ്, അല്ലെങ്കിൽ ടെസ്ലയുടെ ഒരു മാർക്കറ്റ് വാല്യുവേഷൻ ഭയങ്കരമായിട്ട് കൂടി. ഈ ഒരു കാലയളവിൽ 2020 തുടക്കത്തിൽ ടെസ്ലയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് $117 ബില്യൺ ആയിരുന്നു. അത് 2021 അവസാനമായപ്പോഴേക്കും $1.2 ട്രില്യൺ ആയിട്ട് കൂടി. $1 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 8500 കോടി രൂപയാണ് നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം $10 ബില്യൺ തന്നെ ഏകദേശം 85,000 കോടിയുണ്ട്. അപ്പോൾ ഇലോൺ മസ്കിൻ്റെ ആസ്തി, പേഴ്സണൽ ആസ്തി $400 ബില്യൺ മേളിലാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി നിങ്ങൾക്ക് ഊഹിക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിലും ഷെയർ ട്രേഡിംഗ് ഒരു ട്രെൻഡായതും അല്ലെങ്കിൽ ഒരുപാട് പേര് ഷെയർ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിയ ടൈം എന്ന് പറയുന്നത് കോവിഡിൻ്റെ ഒരു ടൈമാണ്. പക്ഷേ ലോകത്ത് ഈ ഒരു ടൈമിൽ ഉണ്ടായ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഷെയർ ട്രേഡിംഗ് അല്ല. ആക്ച്വലി ഇന്ത്യയിൽ ആ ഒരു സമയത്തെ ട്രെൻഡ് ഷെയർ ട്രേഡിംഗ് ആയിരുന്നു. പക്ഷേ വേൾഡ് മൊത്തം എടുക്കുകയാണെങ്കിൽ ആ ടൈമിൽ ഉണ്ടായിരുന്ന ട്രെൻഡ് ക്രിപ്റ്റോ ട്രേഡിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണ് ക്രിപ്റ്റോ ട്രേഡിങ്ങിലേക്ക് ഭയങ്കരമായിട്ട് വന്നത്. അതിനു മുമ്പും ക്രിപ്റ്റോ ഉണ്ടായിരുന്നെങ്കിൽ, ബിറ്റ്കോയിൻ തുടങ്ങിയ ക്രിപ്റ്റോസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത്രയും അങ്ങോട്ട് പോപ്പുലർ ആയിട്ടുണ്ടായില്ല. പക്ഷേ കോവിഡ് തുടങ്ങിയോടുകൂടി 2020 തൊട്ട് ക്രിപ്റ്റോ ട്രേഡിങ്ങിൽ ഭയങ്കരമായിട്ടൊരു കുതിപ്പ് വന്നു, അല്ലെങ്കിൽ അതൊരു ട്രെൻഡായിട്ട് മാറി. അതുപോലെ തന്നെ ഒരുപാട് പുതിയ ക്രിപ്റ്റോ കറൻസികൾ മാർക്കറ്റിലേക്ക് വന്നു. അതിൽ തന്നെ ഒരുപാട് ഫേക്ക് കറൻസികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് യുവാക്കൾ പ്രത്യേകിച്ച് അത് ഏറ്റെടുത്തു. അതൊരു ട്രെൻഡായിട്ട് മാറി. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലും അതുപോലെ യൂറോപ്പിലും അങ്ങനെ പല വെസ്റ്റേൺ കൺട്രീസിലും അതൊരു ട്രെൻഡായിട്ട് മാറി. ആ ഒരു ട്രെൻഡ് ഇന്ത്യയിലേക്ക് കുറച്ച് പയ്യാണ് വന്നത്. ഇന്ത്യയിലേക്ക് ഏകദേശം 2021 ലാസ്റ്റൊക്കെ ആകുമ്പോഴാണ് ആ ഒരു ട്രെൻഡ് ഇന്ത്യയിലേക്ക് വന്നത്. ആ ഒരു ട്രെൻഡ് ഇന്ത്യയിൽ പക്ഷേ കുറച്ച് നാളാണ് ഉണ്ടായുള്ളൂ. ഇന്ത്യയിലെ നിയമങ്ങളൊക്കെ പലതും മാറിയതുകൊണ്ട് 30% ടാക്സ് ഒക്കെ ഏർപ്പാടാക്കിയതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ഇന്ത്യയിൽ ആ ഒരു ട്രെൻഡ് നിൽക്കുകയും ചെയ്തു. അപ്പോൾ ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ട്രെൻഡ് ഈ ഒരു കാലയളവിൽ വന്ന കാര്യം മനസ്സിലാക്കി ഇലോൺ മസ്ക് ഈ ഒരു സാഹചര്യത്തിനെ ബുദ്ധിപരമായി തനിക്ക് അനുകൂലമായി യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇലോൺ മസ്ക് ക്രിപ്റ്റോ കറൻസിയെ പറ്റി ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യം സ്റ്റാർട്ട് ചെയ്ത് ബിറ്റ്കോയിനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ടാണ്, ബിറ്റ്കോയിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ട്വീറ്റുകളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ആദ്യം ഉണ്ടായത്. അപ്പോൾ അതൊക്കെ ചെറുപ്പക്കാരൊക്കെ വളരെയധികം ഏറ്റെടുത്തു. പ്രത്യേകിച്ച് അമേരിക്കയിലേക്ക് ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ജെൻസി വിഭാഗത്തിലൊക്കെ പെടുന്ന ചെറുപ്പക്കാരൊക്കെ ഇലോൺ മസ്കിനെ ഭയങ്കരമായിട്ട് ഏറ്റെടുത്തു. ഇലോൺ മസ്കിനെ ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ഗോഡ് ഫാദർ ആയിട്ട് കാണാൻ തുടങ്ങി. അങ്ങനെ ഇലോൺ മസ്കിൻ്റെ ട്വിറ്ററിൽ ഫോളോവേഴ്സൊക്കെ പെട്ടെന്ന് കൂടി. ഏകദേശം 10 മടങ്ങ് ആ ഒരു കാലയളവിൽ ഇലോൺ മസ്കിൻ്റെ ട്വിറ്റർ ഫോളോവേഴ്സ് കൂടി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് മാത്രം ടെസ്ലയുടെ ഷെയർ പ്രൈസ് കൂടുക എന്നുള്ളത്. പക്ഷേ ഇവിടെയാണ് ഇലോൺ മസ്ക് വളരെ ബുദ്ധിപരമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റ് സാഹചര്യത്തെ മാനിപ്പുലേറ്റ് ചെയ്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഇലോൺ മസ്ക് ഇതേപോലത്തെ കുറേ ട്വീറ്റുകൾ ചെയ്യും, ബിറ്റ്കോയിനെയൊക്കെ അനുകൂലിച്ച് അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരുപാട് ചെറുപ്പക്കാർ ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരൊന്നും ട്രഡീഷണൽ ആയിട്ടുള്ള ഷെയർ മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ടായില്ല, അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ ഷെയർസ് ഒന്നും അവരധികം മേടിക്കുന്നുണ്ടായില്ല. അവർ ചെറുപ്പക്കാർ കൂടുതലായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ക്രിപ്റ്റോ കറൻസിയിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് വളരെ കൂടുതലാണ് കമ്പനികളുടെ ഷെയർസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി ഇലോൺ മസ്ക് തുടർച്ചയായിട്ട് ക്രിപ്റ്റോ കറൻസിനെ പ്രൊമോട്ട് ചെയ്ത്, പ്രത്യേകിച്ച് ബിറ്റ് കോയിനെയാണ് ആദ്യം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വന്നത്. പിന്നീടാണ് ഡോജ് കോയിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്ത് ഡോജിൻ്റെ ഗോഡ് ഫാദർ എന്ന രീതിയിലൊക്കെ ട്വിറ്ററിലൊക്കെ പ്രൊഫൈലൊക്കെ ഇട്ട് അങ്ങനെയുള്ള പ്രൊമോഷൻ നടത്തിയത്. അപ്പോൾ ഇലോൺ മസ്ക് ബിറ്റ് കോയിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ട്വീറ്റ് കണ്ടിന്യൂസ് ചെയ്ത് ഇപ്പോൾ തുടങ്ങി ടെസ്ലയുടെ ഷെയർ പ്രൈസ് കൂടി വന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ക്രിപ്റ്റോ കറൻസിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയും ട്രേഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാർ നേരത്തെ ഒന്നും അവർ ഷെയർ മേടിക്കുക, കമ്പനികളുടെ ഷെയർ മേടിക്കുന്ന കാര്യങ്ങളൊന്നും അവരുടെ പരിഗണന ഉണ്ടായില്ല. പക്ഷേ ഇലോൺ മസ്ക് ഒരു ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ഗോഡ് ഫാദർ അല്ലെങ്കിൽ ഒരു മെയിൻ പ്രൊമോട്ടറായിട്ട് മാറിയപ്പോൾ ഇവർക്കൊക്കെ ടെസ്ല കമ്പനിയോട് ഒരു പ്രത്യേകമായ താല്പര്യം ഉണ്ടായി. അങ്ങനെ ഇലോൺ മസ്കിനോടുള്ള പേഴ്സണൽ താല്പര്യം കാരണം തന്നെ പല ചെറുപ്പക്കാരും അമേരിക്കയിലും അല്ലെങ്കിൽ വേറെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉള്ള പല ചെറുപ്പക്കാരും ടെസ്ലയുടെ ഷെയർ മേടിക്കുവാനായിട്ട് തുടങ്ങി. അപ്പം ഞാൻ തന്നെ പേഴ്സണലി ഒരുപാട് ചെറുപ്പക്കാരുടെ ട്വീറ്റൊക്കെ ആ സമയത്ത് കണ്ടിട്ടുണ്ട്. അവർ നോർമലി ഷെയർസിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാറില്ല, പക്ഷേ ഇലോൺ മസ്ക് ക്രിപ്റ്റോ കറൻസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യണതുകൊണ്ട് അവർ ടെസ്ലയുടെ ഷെയർ മേടിക്കാൻ തീരുമാനിച്ചു തുടങ്ങിയ അങ്ങനെയുള്ള ട്വീറ്റുകളൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടെസ്ലയുടെ ഷെയർ പ്രൈസ് പയ്യെ കൂടാൻ തുടങ്ങി. പിന്നെ ഇലോൺ മസ്ക് ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ വളരെ റിസ്ക് എടുത്ത് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് $1.5 ബില്യൺ ഉപയോഗിച്ച് ടെസ്ലയുടെ ഫണ്ട് ഉപയോഗിച്ച്, അതായത് ടെസ്ല $1.5 ബില്യൺ ഉപയോഗിച്ചിട്ട് ബിറ്റ് കോയിൻ പർച്ചേസ് ചെയ്തു. അപ്പോൾ അത് വേൾഡ് മൊത്തം ഒരു ന്യൂസായി. വേൾഡിലെ തന്നെ ടോപ്പ് കമ്പനിയായ ടെസ്ല $1.5 ബില്യൺ വെച്ചിട്ട് ബിറ്റ് കോയിൻ മേടിച്ചു എന്നുള്ളത് ലോകത്തിൽ മൊത്തം വാർത്തയായി. അത് ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേൾഡിൽ തന്നെ ഒരു ഭയങ്കര ഹെഡ്ലൈൻ ആയിരുന്നു. അപ്പോൾ ഇതോടുകൂടി ബിറ്റ് കോയിൻ്റെ പ്രൈസും ഭയങ്കരമായിട്ട് കൂടി. അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാവരും ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ഗോഡ് ഫാദറായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ പ്രൊമോട്ടറുമായിട്ട് ഇലോൺ മസ്കിനെ കാണാൻ തുടങ്ങി. അപ്പോൾ ഇലോൺ മസ്ക് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു നീക്കം നടത്തിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിപ്റ്റോയുടെ പ്രൈസ് ആ ഒരു സമയത്ത് കയറി വരികയാണ്. പ്രത്യേകിച്ച് ബിറ്റ് കോയിൻ്റെ പ്രൈസ് സ്റ്റഡി ആയിട്ട് ഗ്രോത്ത് ചെയ്യണ ഒരു ടൈമാണ്. അപ്പം ബിറ്റ് കോയിൻ്റെ പ്രൈസ് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ടെസ്ലയുടെ ഷെയർ പ്രൈസും കയറും. കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്തിൽ തന്നെ ബിറ്റ് കോയിൻ ഓൺ ചെയ്യുന്ന ഏക കമ്പനിയായിരുന്നു ടെസ്ല. അപ്പോൾ വരുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിറ്റ് കോയിനിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് അതിൻ്റെ ഒരു ഭാഗം ആൾക്കാർ ടെസ്ലയുടെ ഷെയർ മേടിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ടെസ്ലയുടെ ഷെയർ കൂടും. അതുപോലെ തന്നെ ടെസ്ലയുടെ ഷെയർ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ്റെ പ്രൈസും കയറും. രണ്ടും കൂടെ തമ്മിൽ കണക്റ്റഡായി. അപ്പോൾ ഇത് ആയിരുന്നു ഇലോൺ മസ്കിൻ്റെ ഏറ്റവും ബുദ്ധിപരമായൊരു നീക്കം. ആ ഒരു ടൈമിൽ ഒരുപാട് ചെറുപ്പക്കാർ ഇതേപോലെ ക്രിപ്റ്റോ കറൻസിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കാശുമുണ്ടാക്കി, പ്രത്യേകിച്ച് US ഉള്ള ആൾക്കാർ. അപ്പോൾ ഇവരൊക്കെ ഈ ചെറുപ്പക്കാരൊക്കെ ക്രിപ്റ്റോ കറൻസിയിൽ നിന്ന് ഒരുപാട് കാശ് കിട്ടുമ്പോൾ എന്തായാലും പുതിയ വണ്ടി മേടിക്കും, അല്ലെങ്കിൽ അവർ ഒരുപാട് പുതിയ ആഡംബര സാധനങ്ങളൊക്കെ മേടിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ക്രിപ്റ്റോ കറൻസിയിൽ നിന്ന് കാശുണ്ടാക്കിയ ആൾക്കാരൊക്കെ കൂടുതലായിട്ടും മേടിച്ചിരുന്നത് ടെസ്ല കാറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കാശ് കിട്ടിയത് ക്രിപ്റ്റോ കറൻസിയിൽ നിന്നാണ്. ഈ ക്രിപ്റ്റോ കറൻസീനെ പ്രൊമോട്ട് ചെയ്യുന്ന മെയിൻ ഒരാൾ ഇലോൺ മസ്ക് ആണ്. ഇലോൺ മസ്കിൻ്റെ ട്വീറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണമാണ് ഈ ക്രിപ്റ്റോ കറൻസിയുടെയൊക്കെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടിയത്. അതുവഴിയാണ് ഈ ഇൻവെസ്റ്റ് ചെയ്ത ചെറുപ്പക്കാർക്കൊക്കെ കൂടുതലും അതിൽ നിന്നുള്ള ലാഭം കിട്ടിയത്. അപ്പോൾ അവരത് ലാഭത്തിൽ വിൽക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടിയ കാശ് വെച്ചിട്ട് കാർ മേടിക്കാൻ തീരുമാനിക്കുമ്പോൾ അവരുടെ ആദ്യത്തെ ഒരു ഓപ്ഷൻ നാച്ചുറലായിട്ട് ടെസ്ലയായിട്ട് മാറും. അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാർ ടെസ്ല കാർ മേടിച്ചു. ഇതും പേഴ്സണലി ഒരു സ്റ്റേറ്റ്മെൻ്റായിട്ട് പല ചെറുപ്പക്കാരും ക്രിപ്റ്റോ ട്രേഡ് ചെയ്യുന്ന ചെറുപ്പക്കാരും പറയുന്നതും ഞാൻ പല ഓൺലൈൻ ഫോറത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇലോൺ മസ്കിൻ്റെ ഒരു ബുദ്ധിപരമായ സ്ട്രാറ്റജി ആയിരുന്നു ബിറ്റ് കോയിനും ടെസ്ലയും കൂടി കണക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്ലയുടെ കാറിൻ്റെ സെയിലും ഭയങ്കരമായിട്ട് കൂടി. അതുപോലെ തന്നെ ടെസ്ലയുടെ ഷെയർ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടി. 117 ബില്യൺ വാല്യുവേഷൻ ഉണ്ടായിരുന്നു, 1.2 ട്രില്യൺ വാല്യുവേഷനിലേക്ക് എത്തി. പിന്നീട് ബിറ്റ് കോയിന് ശേഷം ഇലോൺ മസ്ക് ഡോജ് കോയിൻ എന്ന് പറഞ്ഞ ഒരു മെയിം ആയിട്ട് വന്നിരുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ്, അതിനെ എൻഡോസ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ പ്രൈസ് വളരെ ചീപ്പായിരുന്നു, ആരും അധികം മൈൻഡ് ചെയ്യാതെ ഒരു മീം കോയിനായിട്ട് കിടന്നിരുന്ന ഒരു ക്രിപ്റ്റോ കറൻസി ആയിരുന്നു ഡോജ് കോയിൻ. അപ്പോൾ ഡോജിനെ എടുത്ത് ഇലോൺ മസ്ക് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. കയ്യിൽ അധികം കാശില്ലാത്ത ആൾക്കാർക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണമായിരുന്നു. ഡോജ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൈസ് വളരെ കുറവായിരുന്നു. അപ്പോൾ ഇലോൺ മസ്ക് അതിനെ സ്ഥിരമായിട്ട് അതിനെപ്പറ്റി ട്വീറ്റ് ചെയ്ത് അതിനെ പ്രൊമോട്ട് ചെയ്തതോടുകൂടി അതിൻ്റെ പ്രൈസും കൂടാൻ തുടങ്ങി. അങ്ങനെയും ഒരുപാട് ആൾക്കാർക്ക് ഡോജിൽ നിന്ന് പൈസ കിട്ടി. നിസ്സാര സമയം കൊണ്ട് ഏകദേശം ഒരു 5-6 മാസത്തെ ഒരു കാലയളവിൽ തന്നെ ഡോജ് മേടിച്ചവർക്ക് അതിൽ നിന്ന് 1000 മടങ്ങും അല്ലെങ്കിൽ 5000 മടങ്ങൊക്കെ ലാഭം കിട്ടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ലാഭം കിട്ടിയ ആൾക്കാരും അവരൊരു കാർ മേടിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് ഡോജിൻ്റെ ഗോഡ് ഫാദർ എന്നറിയപ്പെടുന്ന ഇലോൺ മസ്കിൻ്റെ സ്വന്തം കാറായ ടെസ്ലയാണ് മേടിച്ചത്. അങ്ങനെ അതുവഴി ടെസ്ലയുടെ സെയിലും കൂടി, കാറിൻ്റെ
സെയിലും കൂടി, അതുപോലെ തന്നെ ടെസ്ലയുടെ ഷെയർ പ്രൈസും കൂടി. അപ്പോൾ ക്രിപ്റ്റോ കറൻസി വഴി കിട്ടിയ ഈ ഒരു ഗ്രോത്ത് 2020-2021 കിട്ടിയ ഒരു ഗ്രോത്ത് ഇലോൺ മസ്കിന് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനും പറ്റി. പക്ഷേ ഈ ഒരു കാലയളവിലാണ് സഡൻ ഗ്രോത്ത് കിട്ടിയത്. നമ്മൾ ഈ ഒരു കാലയളവ് എടുത്തു കഴിഞ്ഞാൽ വേറൊരു കമ്പനിക്കും ഇത്രയും ഒരു ഗ്രോത്ത് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് വേറെ ഒരാളും ലോകത്ത് ഈ ഒരു കാലയളവിൽ പേഴ്സണൽ ആസ്തി ഇത്രയധികം കൂട്ടിയിട്ടില്ല. പിന്നെ ഇതൊരു മാനിപ്പുലേഷൻ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഇലോൺ മസ്ക് ബിറ്റ് കോയിനെയും ഡോജ് കോയിനെയും ഒക്കെ എൻഡോസ് ചെയ്യണം നിർത്തി. അപ്പോൾ ആ ഒരു കാലയളവിലൊക്കെ സ്വന്തം വീട് വിറ്റൊക്കെ വരെ US-ലൊക്കെ പല ആൾക്കാരും ഡോജ് കോയിനിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ പൈസ പിന്നീട് ഡോജ് കോയിൻ്റെ പ്രൈസ് താന്നപ്പോൾ പോകാനിടയായി. അങ്ങനെയും ഒരുപാട് ആൾക്കാർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതൊരു മാനിപ്പുലേഷൻ എന്ന് പറയാം. തന്ത്രപരമായ നീക്കമാണെങ്കിൽ പോലും ഇതൊരു മാനിപ്പുലേഷൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കൊല്ലം കൊണ്ട് 35-ാം സ്ഥാനത്ത് നിന്ന് ഇലോൺ മസ്ക് 1-ാം സ്ഥാനത്തേക്ക് വന്നത്. ലോക കോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ 35-ാം സ്ഥാനത്ത് നിന്ന് ഇലോൺ മസ്ക് ഒരു കൊല്ലം കൊണ്ടാണ് ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ട്രെൻഡിനെ വ്യക്തമായി യൂസ് ചെയ്ത്, അല്ലെങ്കിൽ തന്ത്രപരമായി യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്ത് 1-ാമത്തെ കോടീശ്വരനിലേക്ക് വന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം.